പ്രശസ്ത എഴുത്തുകാരനും ഒരുപാട് ഹിറ്റ് സിനിമകളുടെ തിരക്കഥാകൃത്തുമായ ശ്രീ കൃഷ്ണ പൂജപ്പുരയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. സർ നമസ്കാരം. നമസ്കാരം. സീരിയലുകളിൽ എഴുതിക്കൊണ്ടിരുന്ന സമയത്താണ് സാറ് സിനിമയുടെ തിരക്കഥയിലേക്ക് കടന്നു വന്നത്. അങ്ങനെ പെട്ടെന്ന് കടന്നു വരാനുണ്ടായ കാരണം എന്തായിരുന്നു? ഇപ്പോൾ നമ്മളെല്ലാവരും തന്നെ ഞങ്ങളുടെ ആ തലമുറയിൽപ്പെട്ട എല്ലാവരും അടിസ്ഥാനപരമായിട്ട് ധാരാളം ഞാനൊരു പക്കാ സിനിമാ പ്രേമിയാണ്. എൻ്റെ ഓർമ്മ വെച്ച സമയം മുതൽ ഒരാഴ്ചയിൽ 2-3 സിനിമ ഞാൻ തിയേറ്ററിൽ പോയി. അന്ന് TV ഇല്ല, മറ്റ് മൊബൈൽ ആപ്ലിക്കേഷനുകളോ ഒന്നുമില്ല. കുറച്ച് തിയേറ്ററുകൾ മാത്രമേ ഉള്ളൂ. അവിടെ അതൊരു ലോകമായിരുന്നു, ഒരു സ്വപ്ന ലോകം തന്നെയായിരുന്നു. എല്ലാ സിനിമാ പ്രേമികളെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കുറച്ച് കാലം വിദ്യാഭ്യാസകാലം പാറശാലയായിരുന്നു, കേരളത്തിൻ്റെ അതിർത്തി ഗ്രാമം. അവിടെ ജയചന്ദ്ര എന്ന് പറഞ്ഞൊരു തിയേറ്ററുണ്ട്. ഞാനിപ്പോഴും അതിപ്പോൾ ഇല്ല, അവിടെ ഒരു ആശുപത്രിയൊക്കെയാണ് വന്നേക്കുന്നത്. ഞാൻ അതുവഴി കടന്നു പോകുമ്പോൾ ഇപ്പോഴും എൻ്റെ ഒരു സ്വപ്ന ലോകം പോലെ ആ ജയചന്ദ്ര തിയേറ്റർ അവിടെ നിൽക്കുന്നതായിട്ട് തോന്നും. ഒരു പഴയ ആരോമലുണ്ടി എന്ന് പറഞ്ഞ സിനിമയൊക്കെ വന്നതും അവിടുത്തെ ഒരു കൊടും തിരക്കും ആ തിരക്കിൽപ്പെട്ട് ഞാൻ നിൽക്കുന്നതും വളരെ കൊച്ചു പ്രായം അവിടെ ടിക്കറ്റ് എടുക്കാൻ പോകുന്നതൊക്കെ ഇന്നും എൻ്റെ കണ്ണിൽ കൃത്യമായിട്ട് തെളിയുന്നുണ്ട്. പ്രേം നസീർ മുത്തുമണി പളങ്കുവെള്ളമെന്ന് പാടിക്കൊണ്ട് പോകുന്നതും ഒക്കെ അവിടെ ജയചന്ദ്ര തിയേറ്ററിൽ ഞാൻ കണ്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് സെൻട്രൽ തിയേറ്ററിലും അത് കണ്ടു. അപ്പം അങ്ങനെ സിനിമയുടെ ഒരു കാഴ്ചയുടെ ഒരു അത്ഭുതത്തിലാണ് നമ്മളൊക്കെ തന്നെ വരുന്നത്. സിനിമ എന്ന് പറഞ്ഞാൽ ഒരു മായാപ്രപഞ്ചം. അങ്ങനെ ഇരുന്ന് ഈ പറയും പോലെ ഘട്ടങ്ങൾ കഴിഞ്ഞു. ഇതുപോലെ സീരിയൽ എഴുതി തുടങ്ങി, നിരന്തരം സീരിയൽ ആണ്. അങ്ങനെയാണ് അവിടെ വെച്ചാണ് സജി സുരേന്ദ്രൻ എന്ന് പറയുന്ന സംവിധാനമായിട്ട് സൗഹൃദമാകുന്നു. ഇപ്പോൾ ഒരു സീരിയൽ നടക്കുമ്പോൾ അതിൻ്റെ ഒരു ഉച്ച ബ്രേക്ക് സമയത്ത് സജി പറഞ്ഞു, ഞാനുണ്ട്, സജി സുരേന്ദ്രൻ ഉണ്ട്, ക്യാമറാമാൻ അനിൽ നായർ, സജിയുടെ ഒരുപാട് സീരിയൽ ചെയ്ത ക്യാമറാമാൻ. സജി പറഞ്ഞു, ചേട്ടാ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരുപാട് സീരിയൽ ചെയ്യുന്നു, നമുക്കൊരു സിനിമ ചെയ്യണ്ടേ? ഈ സീരിയൽ കഴിഞ്ഞ് നമുക്കൊരു ബ്രേക്ക് എടുക്കാം, സീരിയലിൽ നിന്നൊരു ബ്രേക്ക് എടുക്കാം, ഒരു സിനിമയ്ക്കൊന്ന് ശ്രമിച്ചാലോ എന്ന്. എല്ലാവർക്കും അതൊരു സന്തോഷമുള്ള കാര്യമായി. ആ സീരിയൽ തീരുന്നു. കൃത്യം 2 ദിവസത്തെ അവധി. അത് കഴിഞ്ഞ് 3-ാം ദിവസം സജി സുരേന്ദ്രൻ്റെ ഒരു അങ്കിളുണ്ട്, അങ്കിളിനൊരു റിസോർട്ടുണ്ട് വർക്കല, ഒരു നല്ല റിസോർട്ടാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ പോകുന്നു. അങ്കിൾ ഫ്രീ ആയിട്ട് റൂം തരുന്നു. അവിടെ ഇരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്ത്, ബാക്കി പ്രൊഡ്യൂസറില്ല, ബാക്കി ഒന്നുമില്ല, ഒരു സിനിമ കഥ അങ്ങ് ചർച്ച ചെയ്യുകയാണ്. നേരത്തെ ഒരു 22 വയസ്സിൽ കല്യാണം കഴിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥ എന്നാണ് വന്നത്. ആദ്യം 55 വയസ്സിൽ കല്യാണം കഴിക്കുന്ന ഒരു മുതിർന്നയാളിൻ്റെ കഥയിൽ നിന്ന് തുടങ്ങിയാണ് ചെറുപ്പം റിവേഴ്സാക്കി. അതിങ്ങനെ കഥയായിട്ട് വികസിച്ചു. കഥയുടെ ഒരു പൂർണ്ണ രൂപമായി. ഞങ്ങളെല്ലാം സീരിയലിൻ്റെ തിരക്കഥയും സീരിയലിൻ്റെ ഡയറക്ഷനും ഒക്കെ ആയിരുന്നവർ പെട്ടെന്ന് സിനിമയിലേക്ക് വന്നു. എന്നാലും അതിൻ്റെ ഒരു ഗ്രാമർ, സിനിമ കണ്ടുകൊണ്ട് നമുക്കറിയാം അതിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണെന്ന്. സിനിമയുടെ രൂപമായി. ഇനി ഒരു ആർട്ടിസ്റ്റിനോട് പറയണം. സജിയുടെ കൂട്ടുകാരനായിരുന്നു ജയസൂര്യ സജിക്ക് വളരെ അടുത്ത് അറിയാമായിരുന്നു. കഥ കഴിഞ്ഞിട്ട് ജയസൂര്യ സജി വിളിക്കുന്നു, ഞങ്ങളെല്ലാവരും ഉണ്ട്, ഒരു കഥ ഉണ്ട്, കേൾക്കാമോ? ഞാൻ പറഞ്ഞു, പിന്നെന്താ നീ വാ, കേൾക്കാമെന്ന് പറയുന്നു. അങ്ങനെ ഞാനും സജിയും കൂടെ എറണാകുളത്ത് ജയൻ്റെ ലൊക്കേഷനിൽ ചെല്ലുന്നു, കഥ പറയുന്നു, ഇഷ്ടമാകുന്നു. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അങ്ങനെ ഞങ്ങളറിയാതെ വളരെ സീരിയലിൽ നിന്ന് അറിയാതെ പെട്ടെന്ന് സിനിമയിലേക്ക് വന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതെ, അങ്ങനെ വന്നു. അതൊരു ഹിറ്റായിരുന്നു. അത് ഒരു വിജയ ചിത്രമായിരുന്നു. വിജയിക്കുമ്പോൾ പിന്നെ നിരന്തരം പടങ്ങൾ വരും. അങ്ങനെ സജി സുരേന്ദ്രനൊത്ത ഒരു ടീമാകുന്നു. വിജയപടങ്ങളും പരാജയ പടങ്ങളും ചെയ്യുന്നു. അങ്ങനെ എങ്കിലും കൂടുതലും വിജയ ചിത്രങ്ങളാണ്. കൂടുതലും വിജയ ചിത്രം എന്ന് പറയാം. അതെ, സാറിൻ്റെ രചനകളിലെല്ലാം ഹാസ്യം ഒരു വലിയ ഘടകമായി കടന്നു വരുന്നുണ്ട്. ഈ ഹാസ്യം കടന്നു വരാൻ ആദ്യമേ ഹാസ്യത്തിനോടൊരു താല്പര്യം ഉള്ളത് കൊണ്ടാണോ? നമുക്ക് സ്വാഭാവികം ചില ടേസ്റ്റുകൾ കാണും. ചിലർക്ക് ത്രില്ലർ കാണും, ചിലർക്ക് ഹൊറർ കാണും, ചിലർക്ക് വളരെ സെൻറ്റിമെൻറ്റ്സ് ആയിരിക്കും. ഞാൻ കുഞ്ഞുനാൾ മുതൽ എനിക്ക് ഹാസ്യം, നമുക്ക് എല്ലാവർക്കും തന്നെ ഹാസ്യം ഇഷ്ടമായിരുന്നു. അന്നത്തെ സൂപ്പർ ഹിറ്റ്, ഇന്നും അത് സൂപ്പർ ഹിറ്റാണ്, ടോംസിൻ്റെ ബോബനും മോളിയും. ഓരോ വെള്ളിയാഴ്ചയും കാത്തിരിക്കുമായിരുന്നു മലയാള മനോരമ ആഴ്ചപ്പതിപ്പ് വരാൻ വേണ്ടി. അവസാന പേജിൽ അങ്ങനെ നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ടൊരു 16 കോളത്തിൽ ബോബനും മോളിയും എന്ന് പറയുന്ന ഒരു 2 കൊച്ചു പിള്ളേർ. അതന്ന് ഞാൻ കുഞ്ഞിലെ മുതലാണ് വായിച്ചു തുടങ്ങുന്നത്. ഇത് കൊള്ളാമല്ലോടാ. ആദ്യത്തെ സമയത്തൊന്നും ഇതിൻ്റെ സാഹിത്യം പിടികിട്ടൂല, എന്താണ് എഴുതിയിരിക്കുന്നതെന്നുള്ളത്, അതിൻ്റെ കൗതുകങ്ങൾ, പടങ്ങൾ ഇരുന്ന്. പിന്നീട് വായിച്ചു തുടങ്ങുന്നു. അതൊരു വലിയ ചിരിയായിട്ട് വരുന്നു. ആ സമയത്ത് എൻ്റെ വേണുകൃഷ്ണൻകുട്ടി സാറിൻ്റെ രചനകൾ. അച്ഛൻ നല്ലൊരു തമാശക്കാരനാണ്, മരിക്കുന്നത് വരെ തമാശ പറഞ്ഞിരുന്നു. വളരെ ഗൗരവക്കാരനാണ്, ഗൗരവമുഖമാണ്, പക്ഷേ സൂപ്പർ കൗണ്ടറുകൾ അടിക്കുമായിരുന്നു. ഞാനതൊക്കെ വിചാരിക്കും. ഇപ്പം ഞാൻ ചിലപ്പോൾ ഒരു തിരക്കഥ, ഹാസ്യം നിറഞ്ഞൊരു തിരക്കഥ എഴുതാൻ പറ്റും, ഒരു ലേഖനം എഴുതാൻ പറ്റും. ചിലപ്പോൾ എനിക്ക് സ്പോട്ടിൽ ഒരു കൗണ്ടർ അടിക്കാൻ പറ്റുമല്ലോ. പക്ഷേ അച്ഛൻ വളരെ ഗംഭീരമായിട്ട് പറയുമായിരുന്നു. എനിക്ക് അത് കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടിരുന്നു. ക്രമേണ വായനയിൽ നിന്ന് ഇ വി കൃഷ്ണപിള്ളയുടെയൊക്കെ വായിച്ചു തുടങ്ങി. വായനയിൽ നിന്ന് വായിച്ചിരിക്കുമ്പോൾ നമുക്കൊന്ന് എഴുതാൻ തോന്നുമല്ലോ.
എല്ലാവർക്കും കവികൾക്ക് കവിത എഴുതാൻ തോന്നും, കഥ എഴുതാൻ തോന്നും, എല്ലാവർക്കും തോന്നും. അങ്ങനെ എനിക്കൊന്ന് ഹാസ്യം എഴുതാൻ തോന്നുന്നു. ഞാൻ ചെറിയ നുറുങ്ങുകളൊക്കെ എഴുതുന്നു. അത് മലയാള മനോരമ ആഴ്ചപ്പതിപ്പിൽ ഭരിത ബിന്ദുവിൽ ഇത് വരുന്നു. അപ്പോൾ അങ്ങനെ വരുന്നപ്പോഴാണ് എന്നാൽ പിന്നെ ഒരു വലിയ സംഗതി എഴുതിയാൽ എന്നു പറഞ്ഞ് എഴുതുകയും അത് മാതൃഭൂമി ദിനപത്രത്തിന് അയക്കുകയും ചെയ്തു. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അത് 5-ാം ദിവസവും മറ്റോ ഒരു ബുധനാഴ്ച, ആ ദിവസവും എനിക്കറിയാവുന്ന 22 വയസ്സ്, ഞാൻ എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ ഉദയകുമാർ എന്ന് പറയും, കൂട്ടുകാരൻ ഉദയകുമാറാണ് എനിക്ക്, എൻ്റെ പേര് കൃഷ്ണകുമാർ എന്നാണ്. അന്ന് നിരവധി പേര് കൃഷ്ണകുമാർ എന്നുള്ള 2-3 പേരുണ്ടായിരുന്നു. അപ്പോൾ ഉദയനോട് പറഞ്ഞു, കൃഷ്ണകുമാർ അതിന് ഐഡൻറ്റിറ്റി ഇല്ല, 10 പേര് അറിയണ്ടേ, നീ പേരങ്ങ് മാറ്റി, കുമാർ മാറ്റി, കൃഷ്ണ, എന്നിട്ട് സ്ഥലപ്പേര് കൂടെ, പഴയ സമ്പ്രദായമാണ് സ്ഥലപ്പേര് കൂടെ ചേർത്ത് വയ്ക്കുക എന്നുള്ളത്. അങ്ങനെ പൂജപ്പുര എന്ന് പറയുന്ന ഒരു ഒരുപാട് ആൾക്കാരുടെ അവകാശപ്പെട്ടത് ഞാൻ എൻ്റെ സ്വന്തം ഇതിലങ്ങ് ചേർക്കുന്നു. ഇതൊക്കെ അച്ചടിച്ച് വരുമോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ, എന്നാലും പോകുന്നു. ഈ പറയുമ്പോൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അന്ന് ഞാൻ ഉച്ചയ്ക്ക് ചെല്ലുമ്പം ഉദയകുമാറിൻ്റെ വീട്ടിൽ വെച്ചാണ്. ഉദയകുമാർ പറഞ്ഞു, ഇതൊരു ചായ വാങ്ങിച്ചു തരണം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് എന്താണെന്ന് പിടികിട്ടുന്നില്ല. അതെ, ഉദയൻ ഈ പേപ്പർ വാങ്ങി, അതിൻ്റെ മാതൃഭൂമി പേപ്പർ വന്ന് മറിച്ച് ആ കോളം രാഷ്ട്രീയ ക്വിസ് എന്നായിരുന്നു എൻ്റെ തലക്കെട്ട്. എഡിറ്റോറിയൽ പേജിൽ ഒരു വലിയ കോളമായിട്ട് അടിച്ചു വരുമ്പോൾ ഇത് നമുക്കതൊരു വലിയ അത്ഭുതമാണ്. അത്ഭുതവും ആവേശവും രോമാഞ്ചവും എന്നൊക്കെ പറയാമല്ലോ. ആദ്യത്തെ 21-22 വയസ്സിൽ ഇത് അച്ചടിച്ച് കണ്ടപ്പോഴുള്ളൊരു സന്തോഷം വലുതായിരുന്നു. അതാണ് എൻ്റെ ആദ്യത്തെ ഹാസ്യ ലേഖനത്തിൻ്റെ നർമ്മത്തിൻ്റെ തുടക്കം. ഒരു നർമ്മം ഇതായിരുന്നു. പിന്നീട് നിരന്തരം കോളങ്ങൾ മാതൃഭൂമിയിൽ എഴുതി, പിന്നെ കൗമുദി, കേരള കൗമുദി, അത്തരം പിന്നെ ഒരു സ്ഥിരം എഴുത്തുകാരനായി കോളമിസ്റ്റും ഒക്കെ ആയി ഇപ്പോഴും അത് സജീവമായിട്ട് തുടരുന്നു. സാഹിത്യ അക്കാദമി അവാർഡ് നേടിയൊരു കൃതിയുണ്ട്. ആ കൃതി എഴുതാനുണ്ടായ സാഹചര്യവും ആ കൃതിയെക്കുറിച്ച് ഒന്ന് പങ്കുവയ്ക്കാമോ? ആ കൃതി എന്ന് പറഞ്ഞാൽ പല പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളുടെയൊക്കെ ഒരു സമാഹാരം. മാതൃഭൂമിയിലും കേരള കൗമുദിയിലും ദേശാഭിമാനിയിലും മനോരമയിലും ഒക്കെ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളുടെ കലികോലം എന്നാണ് അതിൻ്റെ പേര്. അത് എല്ലാ വർഷവും പല ബ്രാഞ്ചുകളിൽ ഹാസ്യ സാഹിത്യവും പെടും. അങ്ങനെ പോയി. അങ്ങനെ 2000-ലെ അവാർഡ്, സാഹിത്യ അക്കാദമി അവാർഡ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പുസ്തകമാണ് ഈ കലികോലം എന്ന് പറയുന്നത്. ഞാൻ 6 പുസ്തകങ്ങളാണ് ഇതുവരെ പബ്ലിഷ് ചെയ്തത്. അതിലെനിക്ക് ഇഷ്ടപ്പെട്ട പുസ്തകവും ഇതാണ്. സാർ, ഏറ്റവും സ്വാധീനിച്ച എഴുത്തുകാരൻ ആരാണ് സാർ? ഞാൻ ആദ്യം വായിച്ച് ഞാനൊരു ഫാനായി തുടങ്ങിയത് കോട്ടയം പുഷ്പനാഥൻ എന്ന ഡിറ്റക്റ്റീവ് നോവലിസ്റ്റ്. ഞാൻ ഓരോ ആഴ്ചയും അദ്ദേഹത്തിൻ്റെ രചനകൾ വായിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുള്ളത് മാത്രമല്ല, അത് പുസ്തകമായി വരുമ്പോൾ പൂജപ്പുര യുവജന സമാജം ഗ്രന്ഥശാല, അതിൽ ഓരോ ദിവസവും ഞങ്ങൾ ആ പ്രായത്തിലുള്ള അക്കാലത്തെ ആ പ്രായത്തിലുള്ള എല്ലാവരെയും സ്വാധീനിച്ച എഴുത്തുകാരനാണ്, വായിക്കാൻ പ്രേരിപ്പിച്ച എഴുത്തുകാരനാണ്. അപ്പോൾ തിങ്കളാഴ്ചയാണ് പൂജപ്പുര ലൈബ്രറിക്ക് അവധി. തിങ്കളാഴ്ചകളെ വല്ലാതെ വെറുപ്പായിരുന്നു. കാരണം അന്ന് ലൈബ്രറി അവധി. അടുത്ത ചൊവ്വാഴ്ച ആകുമ്പോൾ 5 മണിക്ക് ലൈബ്രറിയൻ ഗോപിയണ്ണൻ വന്ന് തുറക്കുന്നതും കാത്ത് ഞങ്ങളെല്ലാം അവിടെ നിൽക്കും. വരുമ്പോൾ ആദ്യം കോട്ടയം പുഷ്പനാഥൻ്റെ പുസ്തകം എടുക്കുക എന്നുള്ളതാണ്. 2 ഡിറ്റക്റ്റീവുമാരുണ്ട് അദ്ദേഹത്തിന്. ഒന്ന് ഡിറ്റക്റ്റീവ് മാർക്സിൻ, അത് ഇൻ്റർനാഷണൽ കാര്യങ്ങളാണ്. പിന്നെ പുഷ്പരാജ് എന്ന് പറഞ്ഞൊരു ഡിറ്റക്റ്റീവ് കേരളത്തിൽ നടക്കുന്നത്. ഇത് രണ്ടും എനിക്കിത് വളരെ അത്ഭുതമായി പോയി. കാർപ്പാത്തിൻ മലയിൽ ഡ്രാക്കുളയെ പിടിക്കാൻ പോകുന്നുണ്ട്, മറ്റേ അമേരിക്കയിലെ പിടിക്കാൻ പോകുന്നുണ്ട്, മറ്റിടത്ത കൊലക്കേസ് പിടിക്കാൻ പോകുന്നു. ഇത് ഈ കോട്ടയം പുഷ്പനാഥൻ ആവേശമാകുകയും ഡിറ്റക്റ്റീവ് നോവലുകൾ വായിച്ചു തുടങ്ങുകയും ചെയ്തു. അതോടൊപ്പം തന്നെ വേളുകൃഷ്ണൻകുട്ടി സാറിൻ്റെ നർമ്മം വളരെ ജനകീയമായിരുന്നു അക്കാലത്ത്. അത് വായിക്കുന്നു. പൂജപ്പുര ലൈബ്രറിയിൽ നിന്ന് വിവർത്തനങ്ങൾ വായിക്കുന്നു. എൻ്റെ ഒരു ചേട്ടൻ, രാജൻ ചേട്ടൻ എന്ന് പറയും, ചേട്ടൻ ഇങ്ങനെ ഇത്തരം പുസ്തകങ്ങൾ വായിക്കുമ്പോൾ പറയടേ നീ ഒരു കാര്യം ചെയ്യ്, നീ മറ്റേ ഒരു പുസ്തകം ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് അദ്ദേഹം എനിക്കൊരു പുസ്തകം പറഞ്ഞു. ക്രോധത്തിൻ്റെ മുന്തിരിപ്പഴങ്ങൾ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ഗ്രേപ്സ് ഓഫ് റാത്ത്, അതിൻ്റെ മലയാളം. അന്ന് എനിക്ക് ഗ്രേപ്സ് എന്ന് പറഞ്ഞുകൂടാ. ജോൺ സ്റ്റെയിൻബെക്കിൻ്റെ പുസ്തകം. നീ അതൊന്നും എടുത്ത് വായിച്ചു നോക്കാൻ പറഞ്ഞു. ഞാനിത് വായിച്ചൊരു 4-5 വായിച്ചു. തർജ്ജമയാണ്, പക്ഷേ ഇതൊന്നും തലയിലോട്ട് കയറുന്നില്ല. എനിക്ക് എന്തോ കഥാപാത്രങ്ങളൊക്കെ അങ്ങ് വിട്ടു നിൽക്കും പോലെ. ഞാനത് മടക്കി തിരിച്ചുകൊണ്ട് കൊടുത്തു. ഇടയ്ക്ക് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ചേട്ടൻ വീണ്ടും ചോദിച്ചു, നീ അത് വായിച്ചോ? ഞാൻ പറഞ്ഞു അതങ്ങോട്ട് നീ ഒന്നുകൂടെ എടുക്കാൻ പറഞ്ഞു. അതും ശരിയായില്ല. 3-ാം വട്ടം, എനിക്കൊന്ന് 1-2 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ സെക്കൻഡ് ഡിഗ്രിക്കോ മറ്റോ പഠിക്കുമ്പോൾ വീണ്ടും എടുത്തു. അതേ പുസ്തകം അവിടെ തന്നെ ഉണ്ട്. അന്നിങ്ങനെ വായിച്ചപ്പോൾ പേജുകൾ ഞാൻ അറിയാതെ തന്നെ മറിഞ്ഞങ്ങ് പോയി. ഞാനതിലേക്ക് വീണു. അതൊരു വല്ലാതെ സ്വാധീനിച്ചൊരു പുസ്തകമായിരുന്നു. എന്നെ ആദ്യമായിട്ട് സ്വാധീനിച്ച ഗ്രേപ്സ് ഓഫ് റാത്ത് എന്ന് പറയുന്ന. പിന്നീട് ഞാൻ അദ്ദേഹത്തെ തർജ്ജിമയോട് വായിച്ചത്, മനോഹരമായിട്ട് വിവർത്തനം ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത പുസ്തകം തപ്പിയെടുത്ത് വായിച്ചു, തർജ്ജിമ. അതും അവിടെ ഉണ്ടായിരുന്നു. സന്നിഗ്ധ സമരത്തിൽ, ഇൻ ഡൂബിയസ് ബാറ്റിൽ. 2 പേര് അമേരിക്കയിലെ ആപ്പിൾ തോട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടിപ്പിക്കാൻ വേണ്ടി പോകുന്ന 2 പേരുടെ കഥ. അമേരിക്കയിൽ ഇങ്ങനെ ദാരിദ്ര്യമൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് പറഞ്ഞു തരുന്നൊരു പുസ്തകമാണ് ഈ 2 പുസ്തകവും. അങ്ങനെ അദ്ദേഹത്തിലോട്ട് പോകുമ്പോൾ വീണ്ടും ഒരു ഫ്രഞ്ച് നോവലിരിക്കുന്നു,
3 മസ്കിറ്റേഴ്സ് അതിൻ്റെ ഒരു വിവർത്തനം, 3 പോരാളികൾ, അത് വിവർത്തനമാണ്. ആ പൂജപ്പുര ലൈബ്രറി എൻ്റെ ഒരു ഇതാണ്, അതൊരു ലോകമായിട്ടാണ് ഞാൻ ഇപ്പോഴും കാണുന്നത്. ആ കൊച്ചു മുറി അതൊരു മുറിയായില്ല, അതൊരു വിശാലമായ ലോകത്തിലേക്ക് എന്നെ കൊണ്ടുപോകും. അപ്പോൾ ഇതെടുക്കുന്നു, ഡ്യൂമയുടെ അക്കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ, അതിൻ്റെയൊക്കെ വിവർത്തനങ്ങൾ വായിക്കുന്നു. അങ്ങനെ ഞാൻ കുറേ വിവർത്തന സാഹിത്യത്തിൽ അന്നും വിവർത്തന സാഹിത്യങ്ങൾ പാവങ്ങളുടെയൊക്കെ വിവർത്തനം ഒരുപാട് പേര് വായിച്ചിട്ടുള്ളതാണ്. പ്രഭാത് ബുക്സിൻ്റെ മലയാളം റഷ്യൻ ബുക്സ് മലയാളത്തിൽ വരുന്നത് വായിക്കുന്നു. അങ്ങനെ ഇരുന്ന ഒരു എഴുത്തുകാരൻ സ്വാധീനിച്ചു എന്നുള്ള ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഈ എഴുത്തുകാരൊക്കെ സ്വാധീനിക്കുമെങ്കിലും വ്യക്തിപരമായിട്ട് എന്നെ സ്വാധീനിച്ച ഒരു എഴുത്തുകാരൻ സുകുമാർ എന്ന് പറയുന്ന ഹാസ്യ സാഹിത്യകാരനാണ്. അത് അദ്ദേഹത്തിൻ്റെ സാഹിത്യം മാത്രമല്ല, സാഹിത്യം ഒരു ഹാസ്യ സാഹിത്യം എന്നുള്ള എനിക്ക് തീർച്ചയായിട്ടും സ്വാധീനിച്ചു. അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അത് പ്രത്യേകിച്ചും എഴുത്തുകാരനാണ്, ഒരുപാട് കൊണ്ട് കാർട്ടൂണിസ്റ്റാണ്, പക്ഷെ വളരെ സെലിബ്രിറ്റിയാണ്. വളരെ സിമ്പിൾ ലൈഫ്. 90-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹം ജീവിച്ച ഒരു ജീവിതമുണ്ട്. മരുതൻകുഴിയിലാണ് വീട്, തിരുവനന്തപുരത്ത് മരുതൻകുഴി. അവിടെ നിന്ന് നടന്നാണ് ഒരു 4 കിലോമീറ്റർ അപ്പുറത്തുള്ള അറിയാമല്ലോ വെള്ളയമ്പലത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. നടന്നാണ് വരുന്നത്. നടന്നു വരുന്നതെന്ന് പറഞ്ഞാൽ അത് സിമ്പിളിൻ്റെ ലക്ഷണമല്ല, സിമ്പിൾ സിറ്റിയുടെ അങ്ങനെ ഉണ്ട്, സിമ്പിളായിക്കൊള്ളണമെന്നില്ല. ആ ശീലം അദ്ദേഹത്തിൻ്റെ അടിമുടി എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണമാകട്ടെ, ചിന്തകളാകട്ടെ, ഒരു അവാർഡിൻ്റെയും പുറകിൽ അദ്ദേഹം പോയിട്ടില്ല. ഒരു താല്പര്യങ്ങളില്ലായിരുന്നു, വലിയ ഒന്നുമില്ല. പുള്ളി എഴുതുന്നു, പുള്ളി വരയ്ക്കുന്നു, പുള്ളി സന്തോഷമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ ഇത് ഞങ്ങളെല്ലാവരും, ചെമ്പൻ ചാക്കോ സാർ, വേണുകൃഷ്ണൻകുട്ടി സാറ്, സുകുമാർ സാർ, പിന്നെ സനൽകുമാർ സാർ, കൂടെ ജൂനിയറായിട്ടുള്ള ഞാനും നർമ്മകൈരളി എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് സംഘടന സ്ഥാപിച്ചു. അപ്പോഴാണ് സുകുമാർ സാറുമായിട്ട് കൂടുതൽ അടുത്ത് തുടങ്ങിയതും ആ മനുഷ്യനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു തുടങ്ങിയതും. അദ്ദേഹം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോഴും എന്നെ സ്വാധീനിച്ച രചനകളിൽ കൂടിയും സ്വാധീനിച്ചു, വരയിൽ കൂടിയും സ്വാധീനിച്ചു. ഞാൻ വരയ്ക്കുന്നയാളല്ല, പക്ഷേ സാറിൻ്റെ കാർട്ടൂണൊക്കെ വളരെ ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എനിക്ക് അതുപോലെ ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൂടെ. നമുക്ക് ചിലപ്പോൾ സ്വാർത്ഥ ചിന്തകൾ വരാം, ഇത് കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നും, അങ്ങനെ ജീവിച്ചാൽ കൊള്ളാമെന്ന് തോന്നും. പക്ഷേ ഇതൊന്നുമില്ലാതെ സിമ്പിളായിട്ട് ജീവിച്ച് സിമ്പിളായി മടങ്ങിപ്പോയ ആളാണ് സുകുമാർ സാർ. സാറിൻ്റെ ആ ജീവിതം ചെറുതായിട്ട് എനിക്ക് അത് പിന്തുടർന്നാൽ കൊള്ളാമെന്ന് എന്നെ തോന്നിപ്പിച്ചൊരു ജീവിതമാണ്.